18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊപ്പം തന്നെ ചർച്ചയായത് തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന അന്നേ ദിവസം തന്നെ പുറത്തുവിട്ട നീറ്റ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു. രാജ്യത്തെ സ്വകാര്യ സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നെന്നും ഫലപ്രഖ്യാപനത്തിലടക്കം വൻ അട്ടിമറികൾ നടന്നെന്നുമുള്ള ആരോപണങ്ങളായിരുന്നു വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത വിദ്യാഭ്യാസ വിഭാഗത്തിന് കീഴിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന NTA നടത്തുന്ന രാജ്യത്തെ സുപ്രധാന പ്രവേശന പരീക്ഷകൾക്കൊന്നിനു നേരെ ഉണ്ടായിട്ടുള്ള ചോദ്യശരങ്ങൾ പ്രതിപക്ഷ പാർട്ടികളടക്കം ഏറ്റെടുക്കുകയും രാജ്യത്തെ വിദ്യാർത്ഥികൾ നീതി തേടി തെരുവിലിറങ്ങുകയും ചെയ്യുകയുണ്ടായി. ഒടുവിൽ സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ട് NTAക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചു. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് അനുവദിച്ച 1563 പേർക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്ന് അറിയിക്കുകയുണ്ടായി. ശരിയാകുന്ന ഓരോ ഉത്തരത്തിനും 4 മാർക്കുകളും, തെറ്റുത്തരത്തിന് 1 മൈനസ് മാർക്കും, ഒന്നും എഴുതാത്ത ഒഴിവാക്കുന്ന ചോദ്യങ്ങൾക്ക് 0 മാർക്ക് നൽകുക എന്ന നീറ്റ് പരീക്ഷയ്ക്ക് മാർക്കിടുന്ന രീതി അനുസരിച്ച് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത മാർക്കുകൾ പരീക്ഷാഫലം വന്നപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതും ഇത് അട്ടിമറിയല്ലെന്നും ഗ്രേസ് മാർക്ക് അനുവദിച്ചതിലൂടെ സംഭവിച്ചതാണെന്നും പറഞ്ഞ് NDA പുറത്തിറക്കിയ വിശദീകരണവുമായിരുന്നു നീറ്റ് പരീക്ഷയിലെ ഗ്രേസ് മാർക്കിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്. പരീക്ഷാ സെന്ററിൽ വിദ്യാർത്ഥികളുടേതല്ലാത്ത കാരണങ്ങളാൽ സമയനഷ്ടമുണ്ടാകുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് നിശ്ചിത മാർക്ക് അധികം നൽകുന്ന രീതിയാണ് നീറ്റിലെ ഗ്രേസ് മാർക്ക് സിസ്റ്റം. കാര്യം വിവാദമായതിനെ തുടർന്ന് NTA ഗ്രേസ് മാർക്ക് സമ്പ്രദായത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താൻ ഒരു റിവ്യൂ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഇവർ രാജ്യത്തൊട്ടാകെ ഗ്രേസ് മാർക്ക് അനുവദിച്ച 1563 വിദ്യാർത്ഥികളുടെ ഫലങ്ങൾ പരിശോധിച്ചതിനൊടുവിലാണ് ഈ വിദ്യാർത്ഥികളുടെ സ്കോർ കാർഡ് ക്യാൻസൽ ചെയ്യാനും വീണ്ടും ഒരു പ്രാവശ്യം പരീക്ഷ എഴുതാനുള്ള അവസരം നൽകാനുമുള്ള തീരുമാനമെടുത്തത്. വീണ്ടും പരീക്ഷ എഴുതാൻ താല്പര്യമില്ലാത്തവർക്ക് ഗ്രേസ് മാർക്ക് കുറച്ചതിന് ശേഷമുള്ള മാർക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ജൂൺ 23-നാണ് NTA നീറ്റ് റീ എക്സാം സംഘടിപ്പിക്കുക. ഫലം ജൂൺ 30-ന് പുറത്തിറക്കുകയും ചെയ്യും. മെയ് 5-ന് നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിരുന്നെന്നും പരീക്ഷയിൽ അട്ടിമറി നടന്നെന്നും കാണിച്ച് സുപ്രീം കോടതിയിൽ കൗൺസിലിംഗ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജികൾ വന്നിരുന്നെങ്കിലും കോടതി ഇത് അംഗീകരിക്കാതെ പുനഃപരീക്ഷയ്ക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. MBBS, BDS അടക്കമുള്ള കോഴ്സുകളുടെ കൗൺസിലിംഗ് റദ്ദാക്കേണ്ടതില്ലെന്ന കോടതി നിരീക്ഷണം അനുസരിച്ച് ജൂലൈ 6-ന് തന്നെ കോഴ്സുകളുടെ കൗൺസിലിംഗ് ആരംഭിക്കും. അതേസമയം ഈ വർഷത്തെ നീറ്റ് പരീക്ഷ തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ജൂലൈ 8-ന് കോടതി വിശദമായി വാദം കേൾക്കുകയും ചെയ്യും.